എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹങ്ങളൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നവർ ആരും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നില്ല? ഈ ഒരു കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അലട്ടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കേണ്ട ഒരു നിയമമുണ്ട്. ലോ ഓഫ് ലവ്, പ്രാപഞ്ചിക നിയമമായ സ്നേഹത്തിൻ്റെ നിയമം. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും, സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നത് എന്നും, ഒരു സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിന് എങ്ങനെയാണ് സ്നേഹം സഹായിക്കുന്നത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പോയിന്റ് നമ്പർ 1, സ്നേഹത്തിനും ഒരു നിയമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് ലവ് അഥവാ സ്നേഹത്തിൻ്റെ നിയമം. സ്നേഹം എന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് സ്നേഹം എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറിയത് എന്നതാണ്. സ്നേഹം എന്നത് ഒരു തരം എനർജിയാണ്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, എല്ലാവരെയും എല്ലാത്തിനെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നതിന്, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സ്നേഹം വഹിക്കുന്ന പങ്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഒരു അളവിലാണ്. എല്ലാ ജീവജാലങ്ങൾക്കും സ്നേഹിക്കാനുള്ള സ്വാഭാവികമായ ഒരു ചായ്വുണ്ട്. ഈ ചായ്വാണ് പ്രപഞ്ചത്തെ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. സുഹൃത്തെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. വളരെ ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട ലോ ഓഫ് ലവിലെ രണ്ടാമത്തെ ആശയം. പോയിന്റ് നമ്പർ 2, സ്നേഹം സന്തോഷത്തിൻ്റെ താക്കോലാണ്. ചില ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു വരുന്ന ഒന്നാണ് സ്നേഹമാണ് സന്തോഷത്തിൻ്റെ താക്കോൽ എന്നത്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം ബന്ധങ്ങളുള്ള ആളുകൾക്കാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളത് എന്നത്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളുടെ സഹോദരന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷം അളക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവാൻ. അതായത് ലോ ഓഫ് ലവിൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു എന്നതാണ്. ഇനി നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അത് ആരോടെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സങ്കടത്തിൻ്റെ ഒരു വലിയൊരു അളവ് കുറഞ്ഞു കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒന്നും പങ്കുവയ്ക്കാൻ ഒരാളിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ്സും ഒറ്റപ്പെടലും ആയിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് നല്ല സ്നേഹബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് സന്തോഷത്തിലേക്കുള്ള താക്കോൽ ആവും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സന്തോഷം കിട്ടണമെങ്കിൽ, അത് ചുറ്റിലുമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം വേണം. സ്നേഹം കൊണ്ട് നിറയണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ലോ ഓഫ് ലവിലെ പോയിന്റ് നമ്പർ 3. വേദനകൾ അകറ്റുന്നതിനുള്ള താക്കോലാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന് മുറിവുണക്കാൻ അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുള്ള മനുഷ്യർ പിന്നീട് അവയൊക്കെ ഓരോന്നായിട്ട് തരണം ചെയ്തിങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത് സ്നേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഒരാൾക്ക് അടക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോൾ നമ്മൾ അയാളെ ഇങ്ങനെ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നത് അയാളുടെ വേദനകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഓർക്കുക, വേദനകളിൽ താങ്ങാകുന്ന, തണലാകുന്ന, സ്നേഹമാകുന്ന മനുഷ്യർ നമുക്കൊപ്പമുള്ളത് നമ്മുടെ ഒരു ശക്തിയും ബലവുമാണ്. അതുകൊണ്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത്, നിങ്ങളുടെ ചുറ്റിലും വിഷമിച്ചിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവോളം ഉണ്ടാകണം. ഒരു കാര്യം കൂടി എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഓർക്കുക, മാനസികമായ മുറിവുകൾ മാത്രം ഉണക്കുന്നതിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ സ്നേഹം. ശാരീരികമായ മുറിവുകൾ ഉണക്കുന്നതിനും സ്നേഹം വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്.
സ്നേഹം ഗുണം ചെയ്യുന്നത്, ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിക്ക് തറയിൽ വീണ് ഒരു മുറിവ് പറ്റി എന്ന് കരുതുക. അവരെ കൊഞ്ചിച്ചും സ്നേഹിച്ചും മാതാപിതാക്കൾ സമാധാനിപ്പിക്കുമ്പോൾ എത്ര വേദനയുണ്ടെങ്കിലും അവർ അത് മറന്ന് വീണ്ടും വീണ്ടും കളിക്കാൻ ഓടിപ്പോവാറില്ലേ? സ്നേഹത്തിന് നിങ്ങൾ അറിയാത്ത ഒരുപാട് ശക്തിയുണ്ട്. ഇനി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, പരിശുദ്ധമായ സ്നേഹമുണ്ടെങ്കിൽ, പരസ്പരം സപ്പോർട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. അതാണ് സ്നേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഹെൽത്തിയായ ഹാപ്പിയായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. അതുകൊണ്ട് സ്നേഹം എന്നത് ഒരു തരത്തിലുള്ള ഒരു മരുന്നാണ്. ആ മരുന്ന് എപ്പോഴും ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി പോയിന്റ് നമ്പർ 4, ലോ ഓഫ് ലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, സന്തോഷം സമാധാനത്തിൻ്റെ താക്കോലാണ്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരോട് എന്നേക്കുമായിട്ട് ദയ കാണിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു. സുഹൃത്തെ, സ്നേഹം കൂടുതലുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ കുറവായിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ കലഹിക്കുന്നത് പോലും വളരെ രസകരമായിട്ടായിരിക്കും അല്ലേ? അവിടെ യാതൊരു തരത്തിലുള്ള സമാധാനക്കേടുകളും ഉണ്ടാകുന്നില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളവർ നമ്മളെ എന്തു പറഞ്ഞാലും ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളത് എന്നേക്കുമായിട്ട് മറന്നുപോകും. നമ്മുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കൂടെയുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നതും സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നതും വളരെ പ്രധാനമാണ്. തർക്കങ്ങളില്ലാത്ത ശാന്തമായ സമാധാനമുള്ള ഒരു സമൂഹം വളർന്നു വരണമെങ്കിൽ പരസ്പരം സ്നേഹമുണ്ടാകണം. അത് ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം. പോയിന്റ് നമ്പർ 5, സ്നേഹം വിജയത്തിൻ്റെ താക്കോലാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ മനുഷ്യർക്കും പറയാനുള്ളത് സ്നേഹമാണ് വിജയത്തിൻ്റെ താക്കോൽ എന്നതാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും പല മനുഷ്യരും വിശ്വസിച്ചു വരുന്നത് നമുക്ക് എന്തിനോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോട് ഒരു സ്നേഹം അഥവാ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടാകില്ല. ഏത് തൊഴിൽ മേഖല ആയിക്കൊള്ളട്ടെ, ഏത് ലക്ഷ്യമായിക്കൊള്ളട്ടെ, നമുക്ക് അതിനോട് തീവ്രമായ ഒരു ഇഷ്ടമില്ല എങ്കിൽ, സ്നേഹം ഇല്ല എങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയില്ല. ഇത് വിജയകരമായ ദാമ്പത്യ ബന്ധത്തിനും ബാധകമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് സ്നേഹം ഇല്ല എങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ സ്നേഹം എന്നത് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. നിങ്ങളുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സ്വയം സ്നേഹിക്കുന്നത്. സെൽഫ് ലവ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും സ്വയം സ്നേഹിക്കാൻ മറന്നു പോകാറുണ്ട്. സ്വയം സ്നേഹിക്കുന്നത് മറക്കുമ്പോഴാണ് പലരും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതിനാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരോടും സന്തോഷത്തോടെ സമാധാനത്തോടെ വേദനകളൊന്നും ഇല്ലാതെ വിജയത്തോടെ മുന്നേറണമെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കുക തന്നെ വേണം. നമ്മളിന്ന് മനസ്സിലാക്കിയിട്ടുള്ള 5 ആശയങ്ങളും ഇന്ന് മുതൽ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ജീവിതത്തിലൊന്ന് പകർത്തി നോക്കൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹബന്ധങ്ങൾ നമ്മളെ തേടി വരും. നമ്പർ 1, സ്നേഹം എന്നത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്പർ 2, സ്നേഹം അത് സന്തോഷത്തിൻ്റെ താക്കോലാണ്. നമ്പർ 3, വേദനകൾ എന്നേക്കുമായിട്ട് അകറ്റുന്നതിനുള്ള ഒരു താക്കോലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി നമ്പർ 4, സന്തോഷം സമാധാനത്തിൻ്റെ താക്കോലാണ്. നമ്പർ 5, സ്നേഹം വിജയത്തിൻ്റെ താക്കോൽ. ഈ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ പ്രാവർത്തികമാക്കുക.
ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു വീഡിയോസ് കണ്ടതുകൊണ്ടോ, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തതുകൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എപ്പോഴാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, അപ്പോഴാണ് എൻ്റെ ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.